എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാരണം ഈ ഒരു അപേക്ഷ അതായത് നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകളെ പരിഗണിച്ചുകൊണ്ടാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാതെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷയിലുള്ള തെറ്റുകൾ എന്താണ് അത് തിരുത്തി പുതുതായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻസ് നൽകേണ്ടതാണ്. ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികളും നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ നൽകാവുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നത് സംബന്ധിച്ചുള്ള യൂസർ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകേണ്ടത്, അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷയൊക്കെ നൽകി കഴിയുന്ന അവസാനത്തെ ആ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഇതുപോലെയാണ് പ്രിവ്യൂ പേജ് കാണാൻ പറ്റുക. ഇതിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഓരോ ഭാഗത്തും എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം എവിടെയും നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പേഴ്സിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാതെ ഓപ്ഷൻ കൂടി വെക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ വേക്കൻസി ലിസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൊല്ലം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഗെറ്റ് ഡാറ്റ എന്നുള്ളിടത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്ത സീറ്റ് കൂടി കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ വെക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അവിടെ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്കും വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്കും നിങ്ങൾക്ക്, അതായത് വേക്കൻസി ഇല്ലാത്ത സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കോഴ്സുകൾക്ക് എത്ര വീതം സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേക്കൻസി ഉള്ള സ്കൂളുകൾ ഓപ്ഷൻസ് ആയിട്ട് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതുപോലെ ഇതിൻ്റെ റിസൾട്ടും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 7-ാം തീയതിയോടെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് വെച്ച ഓപ്ഷൻ പരിഗണിച്ചാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി ഓപ്ഷനുകൾ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.